ഇതിന് വലിയ മഴ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല, ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല. എന്തിന് നിങ്ങൾ മാറ്റി പാർപ്പിക്കണ? സർക്കാർ കാണട്ടെ ഞങ്ങളെ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് 5 ആള് പോയി. നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി. ഇവരെന്താ പറഞ്ഞത്? തരില്ലെന്ന് പറഞ്ഞു സാറേ. ഇവർ തരില്ലെന്ന് പറയുന്നത്. നമ്മളെ തറവാട് പോയി, 5 ആള് പോയി, ഇന്നത് പോയി. ഒരു സംഭവത്തില്ല. ഇവിടെ വേർതിരിച്ചിട്ട് കാണണ്ടേ? 1 വർഷമായി. എവിടെ പോകാൻ ഞങ്ങൾ ഇവിടെ ചിരിക്കണം. ഞങ്ങൾ യാഗം പറഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. വേർതിരിക്കുക. എത്ര സ്ഥലത്ത് കയറണം? എവിടേക്ക് പോകാൻ? എവിടെ ഏതിലേക്കാ ഞങ്ങളെ മാറ്റിയവര്? ഇവിടെ ഞങ്ങൾ കിടന്ന് അറിയിക്കാണ്. ഇവിടെ കാര്യം പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എന്ത് സേഫ്റ്റിയിലൂടെ ജീവിക്കാം? ഞങ്ങൾക്ക് 4-8 എത്ര പ്രാവശ്യം സമരത്തിന് പോയെന്നറിയോ? കലക്ടറേറ്റില്, വില്ലേജില്, താലൂക്കില്. ഇനി ഞങ്ങൾ സമരത്തിന് പോകാൻ സ്ഥലമല്ലോ ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത അവിടെ ഉള്ളത്? 300 രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങൾക്ക് ഞായറാഴ്ച അടക്കുമ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളെല്ലാരും ഔട്ടാക്കിയേക്ക. നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ എന്ത് സുരക്ഷ? ഒരു മിനിറ്റ്, കാണുന്നത് എന്റെ വീട്. എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ലും മരം ഇപ്പോഴും അവിടെ കിടക്കാണ്. വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരാം, ഇതൊക്കെ ഉണങ്ങിപ്പോ ഡ്രൈവ് ചെയ്ത് പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വ ആനുകൂല്യം വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. ആരെ ഞങ്ങൾ ആനുകൂല്യം മുടക്കാൻ? സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ. എന്തുകൊണ്ട് അവർ കൊടുക്കില്ല? 3 ആള് പോയാ, നമ്മൾ 3 ആള് മരിച്ചു പോയതാ. അത് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. കിട്ടുന്ന ഒരാൾ ബാക്കിയുണ്ട്, ഒരു മകൻ ബാക്കിയായി. അതിൽ അവർക്ക് കിട്ടി. നമുക്ക് ജീവിക്കണ്ടേ? നമുക്കൊരു 300 രൂപ കിട്ടണ്ടേ? നിങ്ങൾ നോക്ക്, നാൽക്കാലികളെ കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. എത്ര മണിക്കൂറുകളായി മുണ്ടക്കയിൽ ഈ സമയം അതുണ്ടായിട്ട് ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് 10 മിനിറ്റ് മുമ്പാ. നിങ്ങളെ ചാനലുകള് ഇവിടുത്തെ നാട്ടുകാരെല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പോഴാണ് സർക്കാരിന്റെ സംവിധാനം, ഭരണകൂടം ഇപ്പോഴാ ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ട് എത്തിക്കുന്നത്. ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാവത്തേക്ക്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് നമ്മൾ വയനാട് നടന്ന ആ പ്രളയവും ദുരന്തവും ഉരുൾപൊട്ടലും അതിലൂടെ ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുകയും കൺമുൻപിൽ വെച്ച് ഒലിച്ചു പോകുന്ന ദാരുണമായ സംഭവം, അവരുടെ പാർപ്പിടവും എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അവര് വിതുമ്പുന്നത് പോലെ തന്നെയാണ് കേരള ജനത. അതുപോലെ അവരെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ പ്രയാസപ്പെടരുത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അർഹതയും ഈ നാട്ടിലുണ്ട്. കോടികളാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നെത്തിച്ചേർന്നത്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. എന്നാൽ വയനാട് ജില്ലയ്ക്ക് ഒരു MP ഉണ്ട്, നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിനും ഈ MP-ക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിലപ്പുറം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. കാരണം അത്രയും ഒരുപാട് കോടികളാണ് ഒഴുകിയെത്തിയത്. കാരണം അത്രയും പ്രയാസകരമായ സാഹചര്യത്തെ നോക്കിക്കണ്ട മനുഷ്യസ്നേഹികള് അവിടെ അവര് കരുതി വെച്ച പണവും കുടുക്കയിലിട്ട് വെച്ച പൈസയും ചെറിയ കുരുന്നു മക്കള് എല്ലാം സമാഹരിച്ചിട്ടുള്ള, ആടിനെ വിറ്റിട്ടുള്ള, അങ്ങനെ തുടങ്ങി ഒരുപാട് പൈസ സമാഹരിച്ചുകൊണ്ട് കോടികളായി വന്നു ചേർന്നു. ഈ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയണം. അതിന് പാർപ്പിടവും അവരുടെ ജീവിത പശ്ചാത്തലവും മെച്ചപ്പെട്ടതായിരിക്കണം. അവരുടെ കഴിഞ്ഞ ജീവിതത്തെക്കാളും വളരെ മനോഹരമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള കോടികൾ വന്നു ചേർന്നിട്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് അവരിലേക്ക് എത്താതെ പോകുന്നത്? കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ ആളുകളും ഇവരെങ്ങനെ ഇത്തരത്തിൽ ഇവർ പ്രതിഷേധവും ഇവർ വിമർശനങ്ങളും സർക്കാരിനെതിരിലും ഉദ്യോഗസ്ഥന്മാർക്കെതിരിലും ഒക്കെ പറയണമെങ്കിൽ എവിടെയാണ് മനുഷ്യത്വം? മനുഷ്യത്വം മരവിച്ചിരിക്കണോ? ഈ പാവങ്ങൾ എന്തിനിങ്ങനെ കെഞ്ചി ചോദിക്കണം? അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്? ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. മറിച്ച് എന്താ സംഭവിക്കുന്നത്? എവിടെയാണ് ഈ പൈസ? വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട സംഭവത്തിന് മാസങ്ങൾ പിന്നിട്ടിട്ടും അവര് ഉദ്ദേശിക്കുന്നത് പോലെ അത്രത്തിൽ ആയിട്ടില്ലെങ്കിൽ പോലും അവര് പറയുന്നത് കണ്ടില്ലേ? ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ കഴിയുന്നില്ല. മനുഷ്യസ്നേഹം കൊണ്ടും എല്ലാ അർത്ഥത്തിലും വീമ്പ് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നത്. ആ പ്രിയപ്പെട്ടവർക്ക് ഇനിയും നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് അധികാരികൾ, ബന്ധപ്പെട്ടവര്, ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ, ഇവര് ഒരു ദിവസം വിചാരിച്ചാൽ മതി. അത്രയും പണം, ഫണ്ട്
ആ വിഷയത്തിൽ വന്നു കിടക്കുന്നുണ്ട്. അതാണ് എല്ലാവരുടെയും ചോദ്യം, ക്വസ്റ്റ്യൻ അതാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ വന്നിട്ട് അവർക്ക് എത്രയോ വാരിക്കോരി കുടിക്കാൻ വേണ്ടി കഴിയും, എന്നാലും ബാക്കിയാണ്. പക്ഷെ ഇപ്പോഴും അവര് യാചിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു.